ജോസ് കെ മാണി നയിക്കുന്ന LDF-ന്റെ മധ്യമേഖല ജാഥ ഇന്ന് തുടങ്ങുകയാണ്. പത്തനംതിട്ടയിലെ ആറന്മുളയിൽ മുഖ്യമന്ത്രിയാണ് ജാഥ ഉദ്ഘാടനം ചെയ്യുക. ഷിജോ കുര്യൻ ആറന്മുളയിൽ നിന്ന് ചേരുന്നു. ഷിജോ, ഗുഡ് മോർണിംഗ്, പറയൂ. എസ്കൈൻ, വെരി ഗുഡ് മോർണിംഗ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴക്കിക്കൊണ്ട് ഈ മാസം 1-ാം തീയതി മുതൽ തന്നെ LDF-ന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ജാഥകൾ തുടങ്ങിയിരുന്നു. വടക്കൻ മേഖല ജാഥയ്ക്ക് 1-ാം തീയതിയോടുകൂടി കാസർഗോഡ് തുടക്കമായപ്പോൾ 3-ാം തീയതിയോടുകൂടി തെക്കൻ മേഖല ജാഥയ്ക്കും തുടക്കമായിരുന്നു. എന്തായാലും 6-ാം തീയതി ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മധ്യമേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് LDF-ന്റെ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഇന്നിപ്പോൾ തുടക്കമാവുകയാണ്. വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്തനംതിട്ട പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ജാഥ ഉദ്ഘാടനം ചെയ്യും. ജോസ് കെ മാണി MP നയിക്കുന്ന കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി MP നയിക്കുന്നതാണ് മധ്യമേഖല വികസന മുന്നേറ്റ ജാഥ. ഇതിനകത്ത് കഴിഞ്ഞ വടക്കൻ കേരളത്തിൽ അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലേക്കും പോകുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു ജനപിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് LDF-ന്റെ വിലയിരുത്തൽ. അത് മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ പത്തനംതിട്ടയിലും കോട്ടയത്തും എറണാകുളത്തും അടക്കം വലിയ തരത്തിലുള്ള ഒരു സ്വീകാര്യത ഈ ജാഥയ്ക്ക് നേടാൻ കഴിയും എന്നുള്ള ഒരു വിലയിരുത്തൽ ഇപ്പോൾ തന്നെ LDF ക്യാമ്പിനകത്തുണ്ട്. നമ്മൾ നേരത്തെ ദീപക് ധർമ്മടം കോഴിക്കോട് എന്ന് പറഞ്ഞതുപോലെ വലിയ തരത്തിൽ സർക്കാരിനെതിരെ വിവിധ തരത്തിലുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് UDF ഒരു പ്രധാനത്തിലേക്ക് പോകുമ്പോൾ ഇക്കഴിഞ്ഞ 2 വർഷവും പിണറായി സർക്കാർ കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തികൾ ഒരിക്കൽ കൂടി ജനങ്ങളിലേക്ക് കൊണ്ടുപോകുക, ഒരു വികസന തുടർച്ചയുണ്ടാകുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുക, അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് LDF വിവിധ മേഖലകൾ തിരിച്ചുകൊണ്ട് ഒരു ജാഥ സംഘടിപ്പിക്കുന്നത്. ആ ജാഥ ഇന്നിപ്പോൾ മധ്യമേഖല ജാഥയ്ക്ക് തുടക്കമാകുന്നു. കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന ജാഥയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് 3 മണിക്ക് പത്തനംതിട്ട പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ജാഥ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം റാന്നിയിലേക്ക് പോകും. 2 ദിവസമാണ് ഈ ജാഥ ജില്ലയിലുടനീളം പര്യടനം നടത്തുക. കോന്നിയിലും റാന്നിയിലും ആറന്മുളയിലും അടൂരിലും അടക്കമുള്ള വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ഈ ജാഥ പ്രയാണം നടത്തും. നാളെ എറണാകുളം കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കും. നാളെ രാവിലെ 8:30-ക്ക് വിവിധ സാംസ്കാരിക സാമൂഹിക രംഗത്തെ നേതാക്കളുമായിട്ട് ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണി ആശയവിനിമയം നടത്തുന്നുണ്ട്. 9:30യോടുകൂടി മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും. അതിനുശേഷം ഉച്ചയോടുകൂടിയായിരിക്കും മറ്റ് ജില്ലയിലേക്ക്, കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ വലിയ തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട്. വലിയ കലാപരിപാടികൾ കൂടി ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു പ്രചാരണത്തിലേക്ക്, ഒരു തെരഞ്ഞെടുപ്പിന്റെ ശരിക്കും ഒരു ഉത്സവത്തിലേക്കാണ് LDF അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കടക്കുന്നത്. അതിന്റെ മധ്യമേഖല ജാഥയ്ക്ക് തുടക്കമാവുകയാണെന്ന്. താങ്ക് യു, ഷിജോ കുര്യൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.